Okay, good morning. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പബ്ലിക് റിലേഷന്റെ റോള് വരെയാണ് മിസ് പറഞ്ഞു നിർത്തിയത്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പൊ നിങ്ങള് എന്താണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ എന്താണ് റോള് വരെയാണ് നിങ്ങൾ പറഞ്ഞത് അല്ലെ? റോളുകളൊക്കെ നിങ്ങൾ കണ്ടു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രവർത്തനങ്ങള്, അദ്ദേഹത്തിന്റെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതൊക്കെ പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പരസ്യതന്ത്രങ്ങള് അല്ലെങ്കിൽ പ്രചരണ പരിപാടികളൊക്കെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യേണ്ടത് ആരാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അല്ലെ? കാര്യം എന്താണ്? നമ്മളെ സംബന്ധിച്ച് നല്ലൊരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാണ് വേണ്ടത് അല്ലെ? ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റികളൊക്കെ എങ്ങോട്ടേക്ക് എത്തിക്കണം? നമുക്ക് പബ്ലിക്കിലോട്ട് എത്തിക്കണം. അപ്പൊ പ്രത്യേകിച്ച് ഈ പറയുന്ന മീഡിയകള്, മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ വഴിയായിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ സേവനങ്ങള് അല്ലെങ്കിൽ അവരുടെ ഫെസിലിറ്റികള് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എന്താണ് പരസ്യതന്ത്രങ്ങള് അല്ലെങ്കിൽ പ്രചരണ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യേണ്ടത് ആരുടെ ഫംഗ്ഷനാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ, പ്ലാനിങ് പബ്ലിസിറ്റി സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. അടുത്തത് കേട്ടോ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ് റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിങ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. എല്ലാം ഏകദേശം ഒരേ കണക്റ്റഡ് ആണ് കേട്ടോ, പോയിന്റുകളൊക്കെ കണക്റ്റഡ് ആണ്. അതായത് ഈ പറയുന്ന അവതരണങ്ങള്, പത്രക്കുറിപ്പുകള് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ അല്ലെങ്കിൽ അതിന്റെ റെപ്യൂട്ടേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള അവതരണങ്ങള്, മറ്റുള്ള പത്രക്കുറിപ്പുകളൊക്കെ എഴുതുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്യേണ്ടത് ആരുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, റൈറ്റിംഗ് ആൻഡ് പ്രൊഡ്യൂസിംഗ് പ്രസന്റേഷൻസ് ആൻഡ് പ്രസ് റിലീസസ്. ഓക്കെ, തേർഡ് പോയിന്റ് ഇതാണ് ടു ഡീൽ വിത്ത് ദ എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, ദ പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻ. അതായത് നമ്മുടെ പൊതുജനങ്ങള് അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്സുകള്, മറ്റുള്ള സംഘടനകള്, അവയിൽ നിന്നൊക്കെ വരുന്ന അന്വേഷണങ്ങള് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതും ആര് തന്നെയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ അടുത്തേക്കാണ്, അദ്ദേഹമാണ് പബ്ലിക്കായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തി അല്ലെ? അപ്പൊ എന്ത് തന്നെ വന്നാൽ, ഇപ്പൊ പൊതുജനങ്ങളിൽ നിന്നൊരു അന്വേഷണം വന്നു, അല്ലെങ്കിൽ ഒരു പ്രസ്സിൽ നിന്നൊരു അന്വേഷണം വന്നു, മറ്റു വല്ല സംഘടനകളിൽ നിന്നൊക്കെ എൻക്വയറീസ് വന്നു കഴിഞ്ഞാൽ അതിനെ അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ടു ഡീൽ വിത്ത് എൻക്വയറീസ് ഫ്രം ദ പബ്ലിക്, പ്രസ് ആൻഡ് റിലേറ്റഡ് ഓർഗനൈസേഷൻസ്. അടുത്ത പോയിന്റ്, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. To organize and attend the promotional events such as press conferences, open days, exhibitions, tours and visits. അല്ലെ? ഇതൊക്കെ എന്താണ്? പ്രൊമോഷണൽ ഇവന്റുകളാണ് അല്ലെ? അതായത് പ്രസ് കോൺഫറൻസസ്, അതുപോലെ ഓപ്പൺ ഡേയ്സ്. ഓപ്പൺ ഡേ ഹൗസിനെ പറ്റിയൊക്കെ നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അതായത് പബ്ലിക്കിന് ഹോസ്പിറ്റലിലോട്ട് വരാനുള്ളൊരു സാഹചര്യം, എക്സിബിഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക അല്ലെ? എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ വിഭാഗത്തിന്റെ മാത്രമായിട്ട് ചില എക്സിബിഷൻസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്? പബ്ലിക്കിൽ നിന്ന് ആളുകൾ നേരിട്ട് അവിടെ വരാനും ആ ഒരു ഹോസ്പിറ്റലിന്റെ സേവനങ്ങളെ പറ്റി അറിയാനും മറ്റുമൊക്കെ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എന്താണ് ഓപ്പൺ ഡേ ഹൗസ്, എക്സിബിഷൻസ്, ടൂറുകള്, വിസിറ്റുകള്, അങ്ങനെയുള്ള പ്രൊമോഷണൽ ഇവന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക, കൃത്യമായിട്ട് സംഘടിപ്പിക്കുക. എല്ലാത്തിന്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് മാത്രമാണ്, അതായത് പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിനെ പറ്റിയിട്ട് പബ്ലിക്കിലേക്ക് ഒരു അവയർനെസ് കൊടുക്കുക അല്ലെ? അതാണ് അതിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് to speak publicly at interviews, press conferences and presentations.
അതായത് ഈ പറയുന്ന ഇന്റർവ്യൂസ്, അഭിമുഖങ്ങളില്, അതുപോലെ തന്നെ ഈ പറയുന്ന പത്രസമ്മേളനങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റുള്ള പ്രസന്റേഷൻസിലൊക്കെ പബ്ലിക്കായിട്ട് സംസാരിക്കേണ്ടതും ആര് തന്നെയാണ്? ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറാണ് അല്ലെ. പ്രത്യേകിച്ച് ഇന്റർവ്യൂടെ ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിനെ പറ്റി മറ്റെന്തെങ്കിലും ആലിഗേഷൻസ് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പബ്ലിക്കായിട്ട് സംസാരിക്കേണ്ടത് ആര് തന്നെയാണ്? ഈ പറയുന്ന പബ്ലിക് റിലേഷൻ ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ. പിന്നെ വരുന്ന പോയിന്റ് ഇതാണ്, ടു പ്രൊവൈഡ് ദ ക്ലയൻസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻസ് പ്രോഡക്ട്സ്. എന്താണ് പറയുന്നത്? ടു പ്രൊവൈഡ് ദ ക്ലയൻസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാല് ഈ ഹോസ്പിറ്റലിലോട്ട് വരുന്ന ക്ലയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ക്ലയന്റ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെ, അവിടുത്തെ പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആവാം അല്ലെ, അതായത് അവിടുത്തെ പാർട്ട്നേഴ്സോ ആര് വേണമെങ്കിലും ആവാം. അവരൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ക്ലയൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ്? പുതിയ പ്രൊമോഷണൽ അവസരങ്ങളെ പറ്റിയൊക്കെ അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുക. പ്രൊമോഷണൽ അവസരങ്ങൾ എന്ന് പറഞ്ഞപ്പോ വരുന്ന അപ്കമിങ് ആയിട്ടുള്ള അവരുടെ അപ്കമിങ് റീൽസുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ചില സ്പെഷ്യൽ സേവനങ്ങൾക്കൊക്കെ ചില സ്പെഷ്യൽ ഓഫറുകൾ, ഡിസ്കൗണ്ടുകളൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ചില പുതിയ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ കറന്റ് പ്രീ ക്യാമ്പയിൻസ് പ്രോഗ്രസ്, അതായത് നിലവിൽ ഓൺഗോയിങ് ആയിട്ട് നടക്കുന്ന ക്യാമ്പയിൻ പ്രോഗ്രസ്സുകൾ, അതായത് നിലവിൽ നടക്കുന്ന ക്യാമ്പയിൻസുകൾ, ഇനി അപ്കമിങ് ആയിട്ടുള്ള ക്യാമ്പയിൻസുകൾ, അതുപോലെ ചിലപ്പോൾ ലോഞ്ച് ചെയ്യാനിരിക്കുന്ന പുതിയ വല്ല ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിനെ പറ്റിയൊക്കെ വരുന്ന ക്ലയൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതും ആര് തന്നെയാണ്? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടു പ്രൊവൈഡ് ദ ക്ലയൻസ് വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ന്യൂ പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് കറന്റ് പ്രീ ക്യാമ്പയിൻസ് പ്രോഗ്രാംസ്, നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകള്, വരാനിരിക്കുന്ന ക്യാമ്പയിനുകള്, അല്ലെങ്കിൽ ഇനി തുടങ്ങാനിരിക്കുന്ന ചില മാർക്കറ്റിംഗ് ഇനീഷ്യേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അതിനെ പറ്റിയൊക്കെ വരുന്ന ക്ലയൻസിന് എന്ത് കൊടുക്കുക? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ചുരുക്കി പറഞ്ഞ പ്രൊമോഷൻ ആണ് അവർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്? ടു അനലൈസ് മീഡിയ കവറേജ് അല്ലെ. കൃത്യമായിട്ടുള്ള മീഡിയ കവറേജ് അനലൈസ് ചെയ്യുക. കാര്യം നമുക്കറിയാം, ഇത്തരം മീഡിയകളിലൂടെ ഉള്ള കമ്മ്യൂണിക്കേറ്റീവ് ചാനൽസ് വഴിയായിട്ടാണ് നമ്മൾ ഈ പറയുന്ന പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് മീഡിയ കവറേജ് എന്ത് ചെയ്തിരിക്കണം? അനലൈസ് ചെയ്തിരിക്കണം, അപ് ടു ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ലാസ്റ്റ് പോയിന്റ് ഇതാണ്, to liaise with the clients, managerial and journalistic staff about the budgets, time scales and objectives. Liaise എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ലിയേസ് എന്ന് പറഞ്ഞാൽ പരസ്പര സമ്പർക്കം പുലർത്തുക, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ശരിക്കും അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മെയിൻറ്റെയിനിങ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് അല്ലെ. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ പബ്ലിക്കിലുള്ള വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ക്രിയേറ്റ് ചെയ്യേണ്ടതിനെ പറ്റിയാണ് അവരിവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഈ പറയുന്ന ക്ലയന്റുകളായിട്ട് മറ്റുള്ള മാനേജറിയൽ ജേർണലിസ്റ്റിക് സ്റ്റാഫുകളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ ബഡ്ജറ്റുകൾ, അവർക്ക് വരുന്ന റവന്യൂസ്, അവർക്ക് വരുന്ന എക്സ്പെൻസുകൾ, അതിനെ പറ്റിയിട്ട്, അതുപോലെ ടൈം സ്കെയിൽസ് അല്ലെ, അവരിനി എവിടെ നടക്കാനിരിക്കുന്ന ഇവന്റുകളുടെയൊക്കെ ഷെഡ്യൂളിങ്ങും കാര്യങ്ങളും, അതുപോലെ അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, ഒരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ അവരുടെ പ്രധാനപ്പെട്ട ഗോൾസ് ആൻഡ് എയിംസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയൊക്കെ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു രീതിയിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇദ്ദേഹം എന്താണ്, പേരിൽ തന്നെ ഉണ്ടല്ലേ, പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. പബ്ലിക്കുമായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് അല്ലെ. ഓക്കെ, ഇത്രയുമാണ് ആരുടെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്? PR-ന്റെ ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? പ്രധാനപ്പെട്ട പരസ്യതന്ത്രങ്ങളും പ്രചരണ പരിപാടികളും ഒക്കെ ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പത്രക്കുറിപ്പുകളും അവതരണങ്ങളും ഒക്കെ എഴുതുകയും നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുക. പിന്നെ പബ്ലിക്കിൽ നിന്നും അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നും വരുന്ന അന്വേഷണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ പുതിയ പ്രൊമോഷണൽ ഇവന്റുകൾ അല്ലെങ്കിൽ ഓപ്പൺ ഡേ ഹൗസ്, ടൂറുകള്, വിസിറ്റുകള്, ഇതൊക്കെ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഇന്റർവ്യൂവിന്, മറ്റുള്ള പത്രസമ്മേളനങ്ങളിലൊക്കെ പബ്ലിക് ആയിട്ട് തന്നെ സംസാരിക്കുക. പുതിയ പറയുന്ന പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസ്
ഓഫീസിനെ പറ്റിയിട്ടൊക്കെ ആളുകളുമായിട്ട് ക്ലയന്റുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള മീഡിയ കവറേജ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇതൊക്കെയാണ് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ പബ്ലിക് ആയിട്ട്. ഇതൊക്കെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം, താഴെ തന്നിരിക്കുന്നവരിൽ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷനിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞ കാര്യങ്ങള്? ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വലിയ ചോദ്യങ്ങളൊന്നും വരാനില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സിലാക്കിയിട്ട് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വരാനില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് നോക്കാം. അഡീഷണൽ ഇമ്പോർട്ടന്റ് കൺസിഡറേഷൻസ് കേട്ടോ. നമ്മളിനി ചില കാര്യങ്ങൾ പറയാണ്. കമ്മ്യൂണിക്കേഷൻ ടു ദ പ്രസ്. നമ്മളൊരു പ്രസ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഓക്കെ, ഒരു പബ്ലിക് റിലേഷനിൽ നമ്മൾ നടത്തുന്നത് മെയിൻ ആയിട്ട് മീഡിയാസും പ്രസ്സും വഴിയൊക്കെയാണല്ലോ, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് അവിടെ പറയുന്നത് കേട്ടോ. നോക്കാം. ഒന്നാമത്തെ നോക്കാം. PR, the public relation must get to know the local press well. Local press can be hospitals, principal helper in this regard. A hostile press can do a lot of harm. If an editor understands the hospital's problems, he can help enormously. ശരിക്കും പറഞ്ഞാൽ വേറൊന്നും അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ലോക്കൽ പ്രസ്സുമായിട്ട് പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരുന്നത്. കാര്യം നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം അല്ലെ, അപ്പൊ ആ ഒരു പ്രദേശത്ത് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾക്കായിരിക്കും അല്ലെ, അവിടുത്തെ ലോക്കൽ പ്രസ്സിനായിരിക്കും കൂടുതൽ അവരെ പറ്റി അറിയുന്നുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാദേശിക മാധ്യമങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം ഒരു മ്യൂച്വൽ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. അത് പ്രസ്സിന് മാത്രമല്ല, ഹോസ്പിറ്റൽ രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആവണമെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രസ് ആണെന്ന് വിചാരിക്കും, നല്ലൊരു പ്രസ് ആണ്, നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉള്ളൊരു പ്രാദേശിക മാധ്യമങ്ങളാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഒരുപാട് പ്രൊമോഷൻസ് ഹോസ്പിറ്റലിനെ പറ്റി അവർ കൊടുക്കും. അതേസമയം ഒരു ഹോസ്റ്റൈൽ പ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് വെച്ചാൽ അത്ര നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്രസ് അല്ല എന്ന് വിചാരിക്കുക. അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ഒരു പ്രസ് ആണെങ്കിൽ അവർ കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക. വെച്ചാൽ ഒരു പ്രൊമോഷൻ ആവില്ല, ചിലപ്പോൾ പ്രൊമോഷൻ ചെയ്യും, ചിലപ്പോൾ വല്ല ആലിഗേഷൻസോ അല്ലെങ്കിൽ ആരോപണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അല്ലെ. അതുകൊണ്ട് തന്നെ പ്രാദേശിക മാധ്യമങ്ങളുമായിട്ടൊരു നല്ല ബന്ധം എപ്പോഴും സ്ഥാപിച്ചിരിക്കും. പിന്നെ മാത്രമല്ല, ഇപ്പൊ ഒരു എഡിറ്റർക്ക് ഒരു പ്രസിഡന്റ് ഒരു എഡിറ്റർക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഗോൾസിനെ പറ്റിയോ ഒരു എഡിറ്റർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യത്തിൽ നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു പിന്തുണ കൊടുക്കാനായിട്ട് സാധിക്കും. ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ലോക്കൽ പ്രസ്സുമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിനകത്ത് വരാനില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? മനസ്സിലായി? ഇനി അടുത്തതാണ്, when something has gone seriously wrong and the consequences may be of public concern, legitimate information must be volunteered as early as possible. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇപ്പൊ വരികയാണെന്ന് വിചാരിക്കും, അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അധികം ഒളിച്ചോടുകയല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ വളരെ നിയമപരമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് നമ്മൾ സ്വമേധയാ തന്നെ എന്തിനു കൊടുക്കണം? പബ്ലിക്കിലേക്ക് കൊടുത്തിരിക്കണം അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന്റെ ഇടയിൽ ഒരു ആശങ്കയ്ക്ക് കാരണമാവും. അവർക്ക് പല കൺസേൺസ് അതിനെ പറ്റി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിയമപരമായിട്ടുള്ള എല്ലാ വശങ്ങളും അത് ഹോസ്പിറ്റൽ സ്വമേധയാ തന്നെ എന്ത് ചെയ്തിരിക്കണം? പബ്ലിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ മാർഗം. അല്ലാണ്ട് അതിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ അതിന് ഒളിച്ചോടി പോകണ്ട. കൃത്യമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പബ്ലിക്കിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അത് പബ്ലിക് റിലേഷന്റെ തന്നെ ഒരു ഭാഗമാണ്. ഓക്കെ. പിന്നെ എന്താണ്
എന്താണ് പറയുന്നത്? ക്ലിയറൻസ് ഓഫ് ഓൾ മെറ്റീരിയൽ intended for the release must be controlled by the chief of PR. The material should be put on a format and released in a manner calculated to benefit the hospital. അതായത് നമ്മുടെ ഒരു റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും എന്ന് പറഞ്ഞാല് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ പ്രൊമോഷൻ ഇപ്പൊ നമ്മൾ ഇഷ്ടംപോലെ പ്രസ് റിലീസസ് ഉണ്ടാവാം, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കൊടുക്കും, വീഡിയോസ്, ഇതൊക്കെ നമ്മൾ ചെയ്യാറില്ലേ? അങ്ങനെ നമ്മൾ റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയലുകളും കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അപ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? അത് ചീഫ് ഓഫ് PR ആണ് കേട്ടോ. പബ്ലിക് റിലേഷന്റെ ചീഫാണ്. അതൊന്ന് വേണമെങ്കിൽ അണ്ടർലൈൻ ചെയ്തു വെക്കുക. ആരാണ് ക്ലിയറൻസ് ചെയ്യേണ്ടത് ആരാണ്? പബ്ലിക് റിലേഷൻസിന്റെ ചീഫാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹെഡാണ് എന്ത് ചെയ്യേണ്ടത്? റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന എല്ലാ മെറ്റീരിയലും കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അതിന് അപ്രൂവൽ കൊടുക്കേണ്ടത് അതൊരു PR-ന്റെ പബ്ലിക് റിലേഷൻസിന്റെ ചീഫാണ്. അതിന്റെ ഒരു ഹെഡാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. അത് മാത്രമല്ല, അത് മെറ്റീരിയൽ ഷുഡ് ബി പുട്ട് ഓൺ എ ഫോർമാറ്റ് ആൻഡ് റിലീസ്ഡ് ഇൻ എ മാനർ കാൽക്കുലേറ്റഡ് ടു ബെനിഫിറ്റ് ദ ഹോസ്പിറ്റൽ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റിലീസിങ്ങിനായിട്ട് ഉദ്ദേശിക്കുന്ന മെറ്റീരിയലുകൾ ഉണ്ടല്ലോ, അതിപ്പോ സോഷ്യൽ മീഡിയ പോസ്റ്റ്, വീഡിയോസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവും. അത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഒരു ബെസ്റ്റ് ഫോർമാറ്റിലാക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അത് റിലീസ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിന് ഏറ്റവും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പാക്ട്, നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് എന്താണോ അത് ഉണ്ടാകുന്ന രീതിയിൽ ആ ഒരു ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ പറയുന്ന മെറ്റീരിയലുകൾ എന്ത് ചെയ്യാനായിട്ട്, റിലീസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന്റെ അപ്രൂവൽ റിവ്യൂ ഒക്കെ നടത്തേണ്ടത് ആര് തന്നെയാണ്? പബ്ലിക് റിലേഷന്റെ ചീഫാണ് കേട്ടോ, ഹെഡാണ്. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങള്. ഇനി പറയുന്ന കാര്യം നോക്കാം. ദ ഇൻഫർമേഷൻസ് regarding the condition of hospital patients, especially VIPs and very serious patients, should be guarded and preferably governed by an approval code. അതായത് നമ്മളിപ്പോ ആശുപത്രിയിലുള്ള രോഗികൾ, പ്രത്യേകിച്ച് VIP-കളൊക്കെ ഉണ്ടാവുമല്ലോ, VIP-കൾ ഉണ്ടായിരിക്കാം, വളരെ സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കൃത്യമായിട്ടും അവർ പറയുന്നൊരു അപ്രൂവൽ, ഒരു അംഗീകൃത കോഡ് ഉപയോഗിച്ച് അവരുടെ വിവരങ്ങൾ സുരക്ഷിതമാക്കി സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ, നമ്മൾ ഈ പറയുന്ന ഫിലിം സ്റ്റാറുകള് അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ പല ഹോസ്പിറ്റലിലൊക്കെ ട്രീറ്റ്മെന്റും മറ്റുമൊക്കെ എടുക്കും. നമ്മൾ ആരെങ്കിലും അറിയാറുണ്ട് അത്? പബ്ലിക്കിൽ നമ്മൾ അറിയാറുണ്ടോ? ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ വിവരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് നോയിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അപ്രൂവൽ കോഡ് ഉപയോഗിച്ച് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്? ഇന്റർവ്യൂസ് ഓഫ് പേഷ്യൻസ് ബൈ ദ പ്രസ് ഓർ ടേക്കിംഗ് ദെയർ ഫോട്ടോഗ്രാഫ്സ് should only be permitted if the patient or his or her relatives consent and if it is the hospital's interest. എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനോ ഒന്നും പാടില്ല. പ്രത്യേകിച്ച് ഒരു ഹോസ്പിറ്റലിന് താല്പര്യം ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിന് താല്പര്യം വേണം, അതോടൊപ്പം തന്നെ അവരുടെ കൺസെന്റും വേണം അല്ലെ? അവരുടെ സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കാനോ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോ പോലും എടുക്കാനായിട്ട് പാടുള്ളതല്ല. അതെല്ലെങ്കിലും ചെയ്യാനായിട്ട് പാടില്ല. കാരണം ഇതൊരു പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു അവകാശമാണ് കേട്ടോ. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനി നോക്കാം, ദ മെഡിക്കൽ ഇൻഫർമേഷൻ ആൻഡ് ദി ഇൻഫർമേഷൻ റിഗാർഡിംഗ് പേഷ്യൻസ് കേട്ടോ. പേഷ്യന്റിന്റെ മെഡിക്കൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വായിക്കാതെ, എനി മെഡിക്കൽ സ്റ്റാഫ് ഇൻഫർമേഷൻ ഫോർ ദ പബ്ലിക് കൺസംഷൻ ഷുഡ് ബി ക്ലിയർഡ് ബൈ ദ പബ്ലിക് റിലേഷൻസ്. അതായത് നമ്മുടെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ചില പബ്ലിക്കിലെ ആളുകളൊക്കെ വരുമ്പോൾ ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരെ പറ്റി അറിയാൻ, അവരുടെ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ രീതിയിൽ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അവർക്ക് ചില ഡോക്ടർമാർ, ചില സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ പറ്റിയൊക്കെ അറിയാനും അല്ലെങ്കിൽ അതൊക്കെ അറിയാനായിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ പൊതുജനങ്ങളുടെ ഉപയോഗത്തിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളുടെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ക്ലിയറൻസ് ചെയ്തിരിക്കണം കേട്ടോ. അവരെ അറിയിച്ചിരിക്കണം, അവർക്കത് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ നോ പേഷ്യന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി റിലീസ്ഡ് വിത്തൗട്ട് എ സൈനഡ് ഇൻഫോംഡ് കൺസെന്റ് ഓഫ് ദ സെയിം. നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. അതായത് ഒരു പേഷ്യന്റിന്റെ അവരുടെ സിഗ്നേച്ചർ ഇല്ലാതെ, അവരുടെ ഒരു ഒപ്പിട്ട സമ്മതമില്ലാതെ ഒരു കാരണവശാലും അവരുടെ വിവരങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല? റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല കേട്ടോ. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല്
all questions about the hospital operations and its patients should be cleared by the chief public relations before being published publicly. അതായത് ഇപ്പൊ നമ്മള് ആശുപത്രിയുടെ പ്രവർത്തനങ്ങള് അല്ലെങ്കിൽ രോഗിയെ പറ്റിയുള്ള വിവരങ്ങള് അന്വേഷണങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മുടെ പബ്ലിക് റിലേഷൻ ചീഫ് അപ്രൂവൽ കൊടുത്തതിന് ശേഷം മാത്രമേ പബ്ലിക്കിലോട്ട് റിലീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് തിരിച്ചു മറിച്ചിവിടെ പറയുന്നത് കേട്ടോ. ഇത്രയുള്ള ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട്. ഓക്കെ ആണ്? മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഞാൻ എടുക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകാൻ പറ്റുകയില്ല, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുമ്പോൾ പബ്ലിക് റിലേഷൻ ആ ഒരു മറ്റേ എഡ്വേർഡ് ബർണീസിന്റെ ഒരു ടേബിൾ ഇല്ലേ ഫ്രണ്ടിൽ തന്നെ, അത് മിസ് ചെയ്യരുത് കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഒരു ജോൺ മില്ലറ്റിന്റെ ഒരു ഡെഫിനിഷൻ ഇത് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻസിന്റെ പ്രധാനപ്പെട്ട നീഡ് എന്താണ്, അതിന്റെ ആവശ്യകതകൾ, അത് ഓരോ പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം. 2 മെത്തേഡുകളാണ് പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഒന്ന് ഓപ്പറേറ്റീവ് മെത്തേഡ് ആണ്, മറ്റൊന്ന് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് കേട്ടോ. 2 മെത്തേഡുകളും മനസ്സിലാക്കി വെക്കാം. പിന്നെ നിങ്ങൾ കുറെ ഇൻഡിക്കേറ്ററുകൾ പഠിക്കുന്നുണ്ട് അല്ലെ. പബ്ലിക് റിലേഷനെ അളക്കുന്നതിന് വേണ്ടിയിട്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നതിന് കുറച്ചധികം ഇൻഡിക്കേറ്ററുകൾ പഠിക്കുന്നുണ്ട്. അതിൽ ചില ഇൻഡിക്കേറ്റർ കൂടുമ്പോൾ ബെറ്റർ ആവും, ചിലത് വേഴ്സ് ആവും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഓഫീസറുടെ റോള്, ഇന്ന റോളില് ഇന്നതാണ് നമുക്ക് പഠിച്ചില്ലേ, അഡ്വക്കേറ്റ്, ഒപ്പീനിയൻ മാജിസ്ട്രോ, അതൊക്കെ ഒന്ന് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ എന്താണ് അഡ്വൈസറി കമ്മിറ്റി, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ആ രീതിയിൽ നോക്കിയാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ ഇതാണ്. ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാണുന്നുണ്ടല്ലോ? ഓക്കെ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ആണ് കേട്ടോ. പഠിക്കാൻ പോകുന്ന പുതിയൊരു ചാപ്റ്റർ ആണ്, ചാപ്റ്റർ നമ്പർ 5 ആണ്, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് കേട്ടോ. അപ്പോ ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ എത്തിക്കൽ ആസ്പെക്റ്റുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ധാർമ്മികമായിട്ടുള്ള വശങ്ങള്, അതുപോലെ ലീഗൽ വശങ്ങള്, ലീഗൽ ആസ്പെക്റ്റുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ ലോ എന്താണ് ലോ എന്ന് പറഞ്ഞാൽ അതിനൊരു 3 ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മള് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റല് എന്തിനാണ് ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്റ്റുകൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്, അതിന്റെ ഒരു നെസസിറ്റി എന്താണ്, അതിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് MLC, മെഡിക്കോ ലീഗൽ കേസുകൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും MLC കേസുകൾ അല്ലെ. മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുറച്ച് ആക്ടുകളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ചാപ്റ്ററിൽ. കാര്യം ആക്ടുകളുടെ വർഷങ്ങളൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ആക്ട് എന്ന് പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിനും അല്ലാതെ കോമൺ ആയിട്ടുള്ള കുറച്ച് ആക്ടുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ആക്ടുകൾ പഠിക്കാനുണ്ട്, അതിന്റെ വർഷങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം, കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഒക്കെ വെച്ച് നമുക്കത് പഠിക്കാം കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി തരാം. ആ രീതിയിലൊന്ന് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അല്ലെ. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ധാർമ്മികമായിട്ടുള്ള വശങ്ങളാണ് അല്ലെ. അതുപോലെ ലീഗൽ എന്ന് പറയുമ്പോൾ എന്താണ്, നിയമപരമായിട്ടുള്ള വശങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുത്താൽ, ഇപ്പൊ ഒരു എന്താ പറയുക, ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ലോയർ ആയിക്കോട്ടെ, നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായ ഒരു എത്തിക്സ് ഉണ്ട് അല്ലെ. ആ ഒരു എത്തിക്സ് വിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പെരുമാറാനായിട്ട് പാടില്ല. അങ്ങനെയാണല്ലോ ഏതൊരു പ്രൊഫഷൻ എടുത്താലും അതിന് എത്തിക്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു എത്തിക്സ് ഉണ്ട്. എല്ലാത്തിനും ഉണ്ട്, ഇതിനും ഉണ്ട് അല്ലെ. ആ ഒരു എത്തിക്സ് വിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാനായിട്ട് പാടില്ല, നമ്മൾ പേഷ്യൻസിന്റെ അടുത്ത് പെരുമാറാനായിട്ട് പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എത്തിക്കൽ ആസ്പെക്റ്റുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കാം. എത്തിക്കൽ ആസ്പെക്ട്, ദ കോഡ് ഓഫ് ബിഹേവിയർ. ശരിക്കും എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു പെരുമാറ്റച്ചട്ടങ്ങളാണ് അല്ലെ. ഏത് രീതിയിൽ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആ എത്തിക്സ് വിട്ട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രൊഫഷനോട് നമ്മൾ കാണിക്കുന്ന ഒരു ബഹുമാനക്കുറവാണ് അല്ലെ. അപ്പൊ നമ്മളൊരു പ്രൊഫഷനോട് റെസ്പെക്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ എത്തിക്സ് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതേ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക വേണം വേണല്ലോ. ഓക്കെ, അപ്പൊ എത്തിക്സ് എന്ന് പറയുന്നത് അതൊരു പെരുമാറ്റച്ചട്ടങ്ങളാണ് കേട്ടോ. ഇറ്റ്സ് എ കോഡ് ഓഫ് ബിഹേവിയർ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അതെന്താന്ന് നോക്കാം. ദ കോഡ് ഓഫ് ബിഹേവിയർ set by the members of the medical profession to control the practice of medicine so that its members do not bring disgrace
ടു ദ പ്രൊഫഷൻ. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് എന്താണ് എത്തിക്സ് എന്നാണ് അവരവിടെ പറയുന്നത്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ കോഡ് ഓഫ് ബിഹേവിയർ, പെരുമാറ്റച്ചട്ടങ്ങളാണ് അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ആ ഒരു പ്രൊഫഷനെ ഒരു തരത്തിലും ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കാൻ, എന്ന് വെച്ചാൽ തരം താഴ്ത്തി കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിലെ മെമ്പേഴ്സുകള്, മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് അവര് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങള് അല്ലെങ്കിൽ കോഡ് ഓഫ് ബിഹേവിയർ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനെ കൺട്രോൾ ചെയ്യാനായിട്ട്, നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം തന്നെ ആ ഒരു പ്രൊഫഷനെ ഡിസ്ഗ്രേസ് ചെയ്ത് കാണാതിരിക്കാൻ, അല്ല ആ ഒരു പ്രൊഫഷനെ തരം താഴ്ത്തി കാണാതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷനിലെ അംഗങ്ങള് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള, സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം പെരുമാറ്റ ചട്ടങ്ങളെയാണ്, കോഡ് ഓഫ് ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതൊരു ഡെഫിനിഷൻ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. കോഡ് ഓഫ് ബിഹേവിയർ സെറ്റ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദ മെഡിക്കൽ പ്രൊഫഷൻ ടു കൺട്രോൾ ദ പ്രാക്ടീസ് ഓഫ് മെഡിസിൻ സോ ദാറ്റ് ഇറ്റ്സ് മെമ്പേഴ്സ് ഡു നോട്ട് ബ്രിങ് ദ ഡിസ്ഗ്രേസ് ടു ദി പ്രൊഫഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കൂ, വേറൊരു ഡെഫിനേഷൻ ആണ് അടുത്ത സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതും നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അതായത് അറ്റ് ഇറ്റ് സിംപ്ലസ്റ്റ്, എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. വേറൊരു ഡെഫിനേഷൻ ആണ് അല്ലെ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് അല്ലെ. കുറച്ച് ധാർമ്മിക തത്വങ്ങളുടെ ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. അത് വേറൊരു ഡെഫിനേഷൻ. ഇനി അടുത്ത ഡെഫിനേഷൻ വീണ്ടും വരുന്നുണ്ട്, നോക്കിക്കേ. Ethics is concerned with what is good for individuals and society and is also described as a moral philosophy. വേറൊരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. അതായത് എത്തിക്സ് എന്ന് പറയുന്ന ധാർമ്മിക വശമാണല്ലോ. എന്ന് പറഞ്ഞാല് അതൊരു വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നന്മയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എത്തിക്സ് എന്ന് കേട്ട ധാർമ്മിക വശങ്ങളാണ്, മോശം വശങ്ങളല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വ്യക്തിയും ആ വ്യക്തി ഉൾപ്പെടുന്ന സമൂഹത്തിന്റെ നല്ലതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കതിന് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ മോറൽ ഫിലോസഫി അല്ലെ, ഒരു ധാർമ്മിക തത്വശാസ്ത്രം എന്നൊക്കെ നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? എത്തിക്സിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത് വേറൊരു രീതിയിലുള്ള ഡെഫിനേഷൻ ആണ്. 3 പഠിച്ചുട്ടാ, 3 ഡെഫിനേഷൻസ് ആയി പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ. എ കോഡ് ഓഫ് എത്തിക്സ് ഇസ് വൈഡ് വിച്ച് ഗീവ്സ് എ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് എ ജനറൽ ഐഡിയ ഓഫ് വാട്ട് കൈൻഡ്സ് ഓഫ് ബിഹേവിയർ ആൻഡ് ഡിസിഷൻസ് ആർ ഡിസൈറബിൾ ആൻഡ് എൻകറേജ്ഡ് അറ്റ് എ ബിസിനസ് ഓർ ഓർഗനൈസേഷൻ. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. നമ്മൾ എത്തിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് വളരെ നാരോ കൺസെപ്റ്റ് അല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ടുള്ള, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആശയമാണ്, ഒരു കൺസെപ്റ്റ് ആണ്. കാര്യം എന്താന്ന് വെച്ചാല് ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ നമ്മൾ പറയുന്നത് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ആ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങള് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് അതിന്റെ വളർച്ചയ്ക്ക് അഭികാമ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് എന്നതിനെ പറ്റിയിട്ട് അവിടുത്തെ അംഗങ്ങൾക്ക് ഒരു ഐഡിയ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് ഇതായിട്ടാണ് പറഞ്ഞത്, വേറൊന്നുമല്ല. അതായത് ആ ഒരു പ്രൊഫഷന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എങ്ങനെയുള്ള പെരുമാറ്റങ്ങളാണ് നമ്മൾ അവിടെ, ഏത് രീതിയിൽ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അവിടുത്തെ ജീവനക്കാർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് എത്തിക്സ് അല്ലെ. ആ എത്തിക്സ് മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ ജീവനക്കാർ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത് ആണല്ലോ. അപ്പൊ അത് പ്രവർത്തിക്കുക, അവരുടെ എത്തിക്സ് അനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തല്ല, ഒരു നാരോ കൺസെപ്റ്റ് അല്ല, ഇറ്റ് ഈസ് എ വൈഡ് കൺസെപ്റ്റ് അല്ലെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഒരു ഓർഗനൈസേഷൻ അഥവാ ഒരു ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ, ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ ആണ് അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അത് അഭികാമ്യമായിട്ടുള്ളത് എന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അവിടുത്തെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അതായത് കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ് അല്ലെ, കോഡ് ഓഫ് ബിഹേവിയർ തന്നെയാണ്. പിന്നെ നോക്കൂ,
വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. എ കോഡ് ഓഫ് കണ്ടക്ട്, സെയിം കോഡ് ഓഫ് ബിഹേവിയർ, അത് തന്നെയാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ കേട്ടോ. എ കോഡ് ഓഫ് കണ്ടക്ട് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് ജീവനക്കാര് ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം അല്ലെ എന്നതിനെ പറ്റി പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കോഡ് ഓഫ് ബിഹേവിയർ, എത്തിക്സ് എന്നൊക്കെ പറയുന്നത്. ഒരേ ആശയത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് പറഞ്ഞത്? മൂന്നല്ല 4 ഡെഫിനേഷൻസ് ആണ്, 5 ഡെഫിനേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ ആണോ? എത്തിക്കൽ ആസ്പെക്ട് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള എത്തിക്കൽ ആസ്പെക്ടുകൾ ഫോളോ ചെയ്യുന്നത്? എന്തിനാണ് ഒരു ഹോസ്പിറ്റലില്? അതായത് നമ്മൾ ഈ പറയുന്ന പേഷ്യൻസിന് ഏറ്റവും നല്ല, വളരെ തുല്യമായിട്ടുള്ള, വളരെ നീതിയുക്തമായിട്ടുള്ള, അതുപോലെ അവർക്ക് ഏറ്റവും നല്ല പരിചരണങ്ങൾ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി പാലിക്കുന്നതിന് കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള എത്തിക്കൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞാല് വേറൊന്നുമല്ല, അതായത് ഇറ്റ് മെൻഷൻസ് ഹൗ എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ് ഹാവ് ടു ആക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻസ്. അതായത് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവനക്കാര് പെരുമാറണം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാര് ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയിട്ട് പരാമർശിക്കുന്ന ഒന്നാണ് കോഡ് ഓഫ് കണ്ടക്ട്. കണ്ടക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബിഹേവിയർ തന്നെയാണ്. നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടില്ലേ കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്, കിട്ടില്ലേ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയും. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ പെരുമാറ്റത്തെ പറ്റിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. അത് തന്നെയാണ് കോഡ് ഓഫ് കണ്ടക്ട്. കണ്ടക്ട് മീൻസ് പെരുമാറ്റം എന്നുള്ള കേട്ടോ. ഓക്കെ ആണോ? അടുത്തത് കേട്ടോ. അപ്പൊ നമ്മൾ എത്തിക്കൽ ആസ്പെക്ടുകൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലീഗൽ ആസ്പെക്ടുകളാണ് കേട്ടോ. നിയമപരമായിട്ടുള്ള വശങ്ങളാണ്. എന്തിനാണ് നമ്മൾ നിയമപരമായിട്ടുള്ള വശങ്ങൾ അറിയണം എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാം. എന്തിനായിരിക്കും? അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പാക്കണം അല്ലെ. പേഷ്യന്റിന്റെ സേഫ്റ്റി മാത്രം മതിയോ? പോരാ. പിന്നെന്താണ്? സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും ഇമ്പോർട്ടന്റ് അല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിലായാലും ഇഷ്ടം പോലെ എന്താ പറയാ, മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ആക്രമിക്കുന്ന കേസുകളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വാർത്തയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ സേഫ്റ്റി മാത്രമല്ല, അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ ഈ പറയുന്ന രോഗികളുടെ അവകാശങ്ങള് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടാനും, പിന്നെ ഈ പറയുന്ന പല എന്താ പറയാ റിസ്കുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്താ അറിഞ്ഞിരിക്കണം? ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കുക മാത്രമല്ല, അത് കൃത്യമായിട്ട് ഒരു ഹോസ്പിറ്റല് പാലിച്ചിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഹോസ്പിറ്റലിനെതിരെ വല്ല പ്രശ്നങ്ങളൊക്കെ വരാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ലീഗൽ ആസ്പെക്ട്. അതിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് ലോ. ലോ എന്നതിന് 3 ഡെഫിനേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 3 ഡെഫിനേഷൻസും ഇമ്പോർട്ടന്റ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ലോ എന്ന് ചോദിച്ചാൽ 3 ഡെഫിനേഷൻസ് ഉണ്ട്. ഫസ്റ്റ് നോക്കിയേ, ദ ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. അത്രയും ചെയ്ത് വെച്ചോ കേട്ടോ. ലോ മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. അതായത് മനുഷ്യ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം നിയമങ്ങൾ അല്ലെ, സെറ്റ് ഓഫ് റൂൾസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഡെഫിനിഷൻ ആണ് കേട്ടോ. രണ്ടാമത്തെ ഡെഫിനിഷൻ ഇതാണ്, ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് imposes. എന്താണ്? ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് imposes എന്ന് പറഞ്ഞാല് നമ്മുടെ ഭരണകൂടം നമ്മിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെൻസിലാണ് കേട്ടോ പറഞ്ഞത്. അതായത് നമ്മുടെ ഭരണകൂടം നമ്മിൽ ഇമ്പോസ് ചെയ്യുന്ന കടമകളുടെയും അവകാശങ്ങളുടെയും ഒരു സംവിധാനമാണ് എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത്. വേറൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ലോ ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് വിച്ച് ദ സ്റ്റേറ്റ് imposes. ഓക്കെ, മൂന്നാമത്തെ നോക്കിയ ഡെഫിനിഷൻ എന്താണ്? ലോ ഈസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. എന്താണ് പറയുന്നത്? അതായത് നമ്മുടെ ഭരണകൂടവും നീതി നിർവഹണ വിഭാഗവും അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളാണ് എന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ഭരണഘടന നമുക്കായിട്ട് കുറെ അവകാശങ്ങളും മറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മൾ ഇമ്പോസ് ചെയ്യുന്നതാണത്. അത് പാലിച്ചുകൊണ്ടല്ലേ നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നത്. അത് തന്നെ. അപ്പൊ ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ കടമകളാണ് കേട്ടോ. കടമകൾ
കടമകൾ നമ്മൾ പഠിക്കുന്നില്ലേ, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഒബ്ലിഗേഷൻ വെച്ച കടമകൾ കേട്ടോ, കടമകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഭരണകൂടവും നമ്മുടെ നീതി നിർവഹണ വിഭാഗങ്ങളും എന്താണ് അംഗീകരിച്ചിട്ടുള്ള ഒരു കൂട്ടം തത്വങ്ങളെയാണ് നമ്മൾ ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിട്ടിയ 3 ഡെഫിനിഷൻസ്. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു? ലോ മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ദ ഹ്യൂമൻ ആക്ഷൻ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ വിച്ച് ദ സ്റ്റേറ്റ് ഇമ്പോസസ്. മൂന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇറ്റ് ഇസ് ദ ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്. നമ്മുടെ നീതി നിർവഹണ വിഭാഗം. ആരൊക്കെയാണ് നമ്മുടെ നീതി നിർവഹണ വിഭാഗം? ആരൊക്കെയാണ്? പോലീസും കോടതിയുമാണ് അല്ലെ. നമ്മുടെ നാട്ടിലെ നീതി നിർവഹണ ഏജൻസികൾ ആരൊക്കെയാണ്? പോലീസും കോടതിയൊക്കെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നോക്കാം. കോർട്സ് കറക്റ്റ് ആണ് കേട്ടോ സഫീര, പോലീസ് ആൻഡ് കോർട്ട് ആണ്. അതാണ് അടുത്ത് പറയുന്നത്. കോർട്സ് ഓർ പോലീസ് മേ ഇമ്പോസ് ദ സിസ്റ്റം ഓഫ് റൂൾസ് ആൻഡ് പനിഷ് ദ പീപ്പിൾ ഹു വയലേറ്റ് ദ ലോസ് സച്ച് ആസ് ബൈ പേയിങ് എ ഫൈൻ ഓർ അതർ പെനാൽറ്റി ഇൻക്ലൂഡിംഗ് ചെയ്യും. അറിയാലോ, നമ്മുടെ പോലീസും കോടതിയൊക്കെയാണ് ഈ പറയുന്ന നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് അല്ലെ. നമ്മൾ ഈ നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? പനിഷ്മെന്റ് കിട്ടും അല്ലെ, ഫൈൻ അടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നോക്കാം, നമ്മൾ ഇതൊക്കെ പറഞ്ഞു, എത്തിക്സ് പറയുന്നുണ്ട്, ലീഗലൊക്കെ പറയുന്നുണ്ട്, ഇതിന്റെ നെസസിറ്റി എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ഓക്കെ, അതല്ല അവിടെ പറഞ്ഞത് കേട്ടോ. നോക്കാം, hospital administration is obliged to have a clear understanding of the ethical and legal responsibilities. എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന നിങ്ങൾ കൃത്യമായിട്ട് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് അങ്ങനെ അറിവ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. നോക്കാം, the management is responsible for the policies for keeping a safe hospital, physical facilities and services, and must ensure that building conforms to the regional bylaws, safety regulations, sanitation arrangements, etc. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ ഒരു നല്ലൊരു ഹോസ്പിറ്റല്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റല്, അത്യാവശ്യം നല്ല ഫിസിക്കൽ ഫെസിലിറ്റികളൊക്കെ ഉള്ള ഒരു ഹോസ്പിറ്റല്, നല്ല സേവനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റല്, അതിനാവശ്യമായിട്ടുള്ള പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലെ, അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് മാത്രമല്ല, ഈ പറയുന്ന ഹോസ്പിറ്റല് കൃത്യമായിട്ടുള്ള പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രാദേശിക നിയമങ്ങളായിക്കോട്ടെ, സ്റ്റേറ്റിന്റെ നിയമങ്ങളായിക്കോട്ടെ, അതുപോലെ അവിടുത്തെ സുരക്ഷാ ചട്ടങ്ങള്, ശുചിത്വ ക്രമീകരണങ്ങളൊക്കെ ഓരോ ഹോസ്പിറ്റലും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അങ്ങനെ അവർക്ക് അത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് എന്തറിഞ്ഞിരിക്കണം? ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ റെസ്പോൺസിബിലിറ്റീസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നോക്കൂ, the hospitals being an inevitable part of the social system ആണ് subject to all laws of the land അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ലോകൾക്കും, എല്ലാ നിയമങ്ങൾക്കും എന്ത് ബാധകമാണ്? ഹോസ്പിറ്റലിനും ഈ പറയുന്ന എല്ലാ നിയമങ്ങളും ബാധകമാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആക്ടുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. Hospital should be safe from the explosives and the inflammatory gases, chemicals, machinery, steel damages from slippery floors, etc. ചുരുക്കി പറഞ്ഞ ഹോസ്പിറ്റൽ എപ്പോഴും എന്തായിരിക്കണം? വളരെ സുരക്ഷിതമായിരിക്കണം അല്ലെ. ഈ പറയുന്ന സ്ഫോടക വസ്തുക്കളോ മറ്റുള്ള എന്താ പറയുന്ന ഇൻഫ്ലമേറ്ററി ഗ്യാസുകളോ കെമിക്കൽ, അതിൽ നിന്നൊക്കെ സുരക്ഷിതമായിരിക്കണം ഒരു ഹോസ്പിറ്റൽ അല്ലെ. കാര്യം എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, അതൊന്നും ഇല്ല, വേറെ ഒന്നും മനസ്സിലാക്കാത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ എത്തിക്സ് എന്താണെന്നൊക്കെ ഉള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ലീഗൽ ആസ്പെക്ട് പഠിക്കുമ്പോൾ ലോയുടെ 3 ഡെഫിനേഷൻസ് ഒക്കെ പഠിച്ചില്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾക്ക് അറിഞ്ഞിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. Why it is necessary for hospitals and medical administrators to be aware of the ethical and legal aspect of the hospital administration. ഇത് നമുക്ക് പഠിക്കണം. അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകൾ ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ നല്ല ഈ ഒരു ചാപ്റ്റർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അതിനൊരു കാരണമുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ആ കാരണങ്ങൾ? ആ റീസൺസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കാം, ഫസ്റ്റ് പോയിന്റ് ഇതാണ്, increasing the number of medico-legal cases. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? increasing the number of medico-legal cases അല്ലെ. അതായത് മെഡിക്കോ ലീഗൽ കേസുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും.
അല്ലെ. അതായത് എന്താണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, MLC എന്ന് പറയും. അതായത് നമ്മുടെ നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകൾ വരില്ലേ, ആക്സിഡന്റുകള്, കൊലപാതകങ്ങള്, ആത്മഹത്യകൾ, അങ്ങനെയൊക്കെ വരില്ലേ, അതൊക്കെ എന്താണ് മെഡിക്കോ ലീഗൽ കേസുകളാണ് അല്ലെ. നമുക്ക് അതിന്റെ ആക്സിഡന്റ്, ട്രോമ, അതെല്ലാം അതിനകത്ത് വരുന്നതാണ് അല്ലെ. പിന്നെ മാത്രമല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നോർമൽ ഡെത്ത് അല്ലെങ്കിൽ പ്രായം ചെന്ന് അസുഖം വന്നൊക്കെ മരിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഇങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ കേസുകൾ കൂടിയിട്ടാണ്. കറക്റ്റ് ആണ് കേട്ടോ സൗമ്യ, റേപ്പ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പൊ അത്തരത്തില് മെഡിക്കോ ലീഗൽ കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റിയിട്ടൊക്കെ അറിവ് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, മിനിമൈസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ് കേട്ടോ. അതായത് പരമാവധി സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ പരമാവധി കുറയ്ക്കുന്നതിനായിട്ടും നമ്മൾ എന്തറിഞ്ഞിരിക്കണം, എത്തിക്കൽ ലീഗൽ അവയർനെസ് നമുക്കുണ്ടായിരിക്കണം അല്ലെ. നമ്മളിങ്ങനെ എത്തിക്കൽ ലീഗൽ വശങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ റിസ്ക് വരാനുള്ള ചാൻസ് കുറവാണ് അല്ലെ. റിസ്ക് വരാനുള്ള ചാൻസ് കുറവല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സിവിൽ ക്രിമിനൽ നിയമ നടപടികളൊക്കെ നമുക്ക് അങ്ങനെ വരുന്ന സാഹചര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരമാവധി ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് രണ്ടാമത്തെ ഒരു റീസൺ ആയിട്ട് പറയുന്നത്, മിനിമൈസ് ദ സിവിൽ ആൻഡ് ക്രിമിനൽ ലീഗൽ പ്രൊസീഡിങ്സ്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, എൻഷുവർ ദ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. അതായത് നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനും അല്ലെ, ഗുണമേന്മ അല്ലെങ്കിൽ ഗുണമേന്മയുള്ള ഒരു മെഡിക്കൽ പരിചരണം ഉറപ്പാക്കുന്നതിനും എന്തറിഞ്ഞിരിക്കണം, എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും തുല്യമായിട്ടുള്ള രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ കിട്ടാനുള്ള ഒരു അവകാശമുണ്ട് അല്ലെ. അത് പേഷ്യന്റിന്റെ റൈറ്റ് ആണ്. ഏതെങ്കിലും തരത്തില് പേഷ്യന്റിന് അങ്ങനെയുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം, എത്തിക്കൽ ലീഗൽ അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടേ. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട, ഓക്കെ അത് കുറയ്ക്കാം. മനസ്സിലാവുന്നില്ലേ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ വരുന്നുണ്ടോ, അങ്ങനെ വല്ല പ്രോബ്ലം വരുന്നുണ്ടോ, മനസ്സിലാവുന്നില്ലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ? ജസ്നയ്ക്ക് മനസ്സിലാവുന്നില്ല, ബാക്കിയുള്ളവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നോക്കാം. എൻഷുവർ ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ കേട്ടോ. അതായത് ഏറ്റവും ഗുണമേന്മയുള്ള ഒരു പരിചരണം ഉറപ്പാക്കുന്നതിനും നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് നോക്കൂ, നാലാമത്തെ പോയിന്റ് ഇതാണ്. In India, the lawyers are very little trained as yet and their exposure in the complex issues associated with the മെഡിക്കൽ കേസസ്. എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയില് ഈ പറയുന്ന മെഡിക്കൽ ലോയില്, അതായത് മെഡിക്കൽ ലോസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ലോയർമാര് ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. ഓക്കെ, കൂടുതലും വരുന്നത് മെഡിക്കോ ലീഗൽ കേസുകളാണല്ലോ. പക്ഷെ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് എഫിഷ്യന്റ് ആയിട്ടുള്ള ട്രെയിനഡ് ആയിട്ടുള്ള ലോയർമാര് പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ കുറവാണ്. അപ്പൊ അങ്ങനെ കുറവ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുമ്പോൾ നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മള് സാധാരണക്കാരായിട്ടുള്ളവരായാലും ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിട്ടിരുന്നാലും എന്തറിഞ്ഞിരിക്കണം, ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ അവയർനെസ് ഉണ്ടായിരിക്കണം. മനസ്സിലായ കാര്യം? നമുക്ക് ഒരു ലോയറിന്റെ അടുത്ത് പോയി കേസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളത് എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പല സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് കേട്ടോ. മെഡിക്കൽ ലോകളൊക്കെ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധരായിട്ടുള്ള ലോയറുകൾ പൊതുവെ ഇന്ത്യയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകളെ പറ്റിയിട്ട് സാധാരണക്കാരായ നമ്മളും ഹോസ്പിറ്റൽ സ്റ്റാഫുകളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്. ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻ. എന്താണ് പറയുന്നത്? ഇറ്റ് ഹെൽപ്സ് ദ മെഡിക്കൽ പ്രൊഫഷണൽസ് ടു ഡു ദ റൈറ്റ് തിങ്സ് ആൻഡ് പ്രൊട്ടക്ട് ദംസെൽസ് ഫ്രം ദ സില്ലി ലിറ്റിഗേഷൻ. അതായത് ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ അവയർനെസ് എന്ന് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണലുകളെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അല്ലെ, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനും, അതുപോലെ തന്നെ ചില സില്ലി ലിറ്റിഗേഷൻസ്, ലിറ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ഡിസ്പ്യൂട്ട് ഒക്കെയാണ് കേട്ടോ, തർക്കങ്ങള്, പ്രശ്നങ്ങള്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ അവയർനെസ് സഹായിക്കുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, അതായത് ഈ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക്
അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ. അവരുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവരുടെ കാര്യങ്ങളല്ല, നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന സേവനങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ശരിയായ രീതിയിൽ ചെയ്യാൻ. എന്ന് വെച്ചാൽ പേഷ്യൻസിന് ഏറ്റവും ക്വാളിറ്റി കെയർ കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ രീതിയിൽ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും, അതുപോലെ തന്നെ ചില സില്ലി ആലിഗേഷൻസ്, ചില ഉണ്ടാവാനിടയിലുള്ള ചെറിയ ചില പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സ്വയം പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഈ പറയുന്ന എത്തിക്കൽ ലീഗൽ അവയർനെസ് അവരെ സഹായിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അതായത് കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾസും ഗൈഡ് ലൈൻസും ഒക്കെ പാലിച്ചുകൊണ്ട് ഒരു ഡോക്ടർ പേഷ്യന്റിന് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നിരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടർ ആ ഒരു രോഗിയുടെ എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ ആവശ്യകതകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അവരുടെ എന്താ പറയുക നീഡ്സിനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു ഡോക്ടർ ട്രീറ്റ്മെന്റ് കൊടുക്കണേ. അങ്ങനെ ഒരു ഡോക്ടർ കൊടുക്കുമ്പോൾ അവരൊരു ക്വാളിറ്റി കെയർ മാത്രമല്ല പേഷ്യന്റിന് കൊടുക്കുന്നത്, പിന്നെ എന്തും കൂടെയാണ്, അതായത് റിസ്ക് വരാനുള്ള ചാൻസുകൾ കുറയ്ക്കുകയും കൂടിയാണ് അവർ ചെയ്യുന്നത്, അല്ലെ? അതായത് ശരിയല്ലാത്ത രീതിയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ പല റിസ്കുകൾ വരും, പല എന്താ പറയുക നിയമ നടപടികൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൂടെ അവര് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ ആ ഒരു പ്രൊഫഷനോടുള്ള ഒരു റെപ്യൂട്ടേഷനും കൂടിയാണ് അവർ കാണിക്കുന്നത്, അല്ലെ? അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് കേട്ടോ, ആറാമത്തെ പോയിന്റ് ഇതാണ്, ഇൻക്രീസിംഗ് ദ അവയർനെസ് among the public about the duties and commitments of medical practitioners and of hospitals. കേട്ടോ, എന്താണ് പറയുന്നത്? Increasing awareness among the public about the duties and commitments of medical practitioners and of hospitals. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ എന്തിനെ വർദ്ധിപ്പിക്കുന്നുണ്ട്? ഇപ്പൊ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന ആശുപത്രി സേവനങ്ങള് അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ സ്റ്റാഫുകളുടെ കമ്മിറ്റ്മെന്റിനെ പറ്റി എന്താണ് ഒരു അവയർനെസ് ആർക്ക് കൊടുക്കുന്നുണ്ട്? പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്, അല്ലെ? അതായത് നമ്മളിങ്ങനെ എത്തിക്കൽ ലീഗൽ അവയർനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പബ്ലിക്കിന്, പൊതുജനങ്ങൾക്കും എന്താണ് ആശുപത്രി സേവനങ്ങള് അല്ലെങ്കിൽ ആശുപത്രിയിലെ ജീവനക്കാര് പബ്ലിക്കിനോട് കാണിക്കേണ്ട കമ്മിറ്റ്മെന്റ്, അവരുടെ പ്രതിബദ്ധതയെ കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് ആർക്കും കൊടുക്കുന്നുണ്ട്? പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്കും അതിലൂടെ പലതും അറിയാൻ പറ്റും. ഏതെങ്കിലും തരത്തിൽ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇവർക്ക് ലഭിക്കുന്ന സർവീസിൽ വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് വാദിക്കാനൊക്കെ സാധിക്കണമെങ്കിൽ നമുക്കും എന്തറിഞ്ഞിരിക്കണം? എത്തിക്കൽ ലീഗൽ ആസ്പെക്ടുകൾ അറിഞ്ഞിരിക്കണം, അല്ലെ? ഒരു മെഡിക്കൽ പ്രൊഫഷണൽ എന്ന രീതിയിൽ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നമുക്കും എന്തറിയണം? എത്തിക്കൽ ലീഗൽ അവയർനെസ് നമുക്കും ഉണ്ടായിരിക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? അടുത്തത് കേട്ടോ, നെക്സ്റ്റിലോട്ട് നമുക്ക് പോവാം. മെഡിക്കോ ലീഗൽ കേസസ് കേട്ടോ. എന്താണ് മെഡിക്കോ ലീഗൽ കേസ് അഥവാ MLC കേസ് എന്ന് പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ MLC എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വേറൊന്നുമല്ല, നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ MLC അഥവാ മെഡിക്കോ ലീഗൽ കേസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിയമപരമായിട്ട് നമുക്ക് അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകൾ, അതിനെയാണ് മെഡിക്കോ ലീഗൽ കേസ്, MLC എന്നാണ് പറയുക കേട്ടോ. ഓക്കെ, നോക്കുക. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഇൻജുറി ഓർ ഇൽനെസ് where the attending doctor, after taking the history of illness and the clinical investigation, considers that investigations by the law enforcing agencies are warranted to find out the circumstances and fix the responsibility regarding the same. ഇത് കുറച്ച് വൈഡായിട്ടാണ് അവിടെ എഴുതിയിട്ടുള്ളത്. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു കേസ് വരികയാണ്, ആ സമയത്ത് ഒരു മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയാൻ അതൊരു ഇഞ്ചുറി ആവാം, ഒരു പരിക്കാവാം, അല്ലെങ്കിൽ ഒരു അസുഖമാവാം. അപ്പൊ ഈ ഒരു കേസ് വരുമ്പോൾ ഒരു ഡോക്ടർ അവരെ അനലൈസ് ചെയ്യുമ്പോൾ, ഈ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിയുമ്പോൾ ഡോക്ടർക്ക് തോന്നുകയാണ് ഈ ഒരു പ്രശ്നത്തിന് ഒരു എന്താ പറയുക നീതി നിർവഹണ ഏജൻസികളുടെ അന്വേഷണം ആവശ്യമായിട്ട് വരുന്നുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ അത്തരം കേസുകളെയാണ് നമ്മൾ മെഡിക്കോ ലീഗൽ കേസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കേസുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഡോക്ടർ പരിശോധിക്കും, അല്ലെ? ഡോക്ടർ പരിശോധിക്കുമ്പോൾ ഡോക്ടർക്ക് ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികത എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഉടനടിയത് MLC കേസ് ആയിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്യുക. ഉടനെ തന്നെ അവർ എന്ത് ചെയ്യുന്നത്? പോലീസിനെ ഇവരെ അറിയിക്കുകയും അവർ വന്ന് അന്വേഷണം നടത്തുകയും ചെയ്യും, അല്ലെ? അപ്പൊ അത്തരത്തില് നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ടുള്ള മെഡിക്കൽ കേസുകളെയാണ് MLC എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ നീട്ടി പരത്തിയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതാണ് എക്സാമ്പിൾസ് ഓഫ്
മെഡിക്കോ ലീഗൽ കേസസ് ആണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസിൽ കുറച്ച് എക്സാമ്പിളുകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊക്കെ എളുപ്പമാണ്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ കിട്ടും. ഒന്നാമത്തത് RTA. എന്താണ് RTA എന്ന് പറഞ്ഞാല്? റോഡ് ട്രാഫിക് ആക്സിഡന്റ് എന്നാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ സത്യം. റോഡ് ട്രാഫിക് ആക്സിഡൻസ്, അതുപോലെ തന്നെ റെയിൽ ആക്സിഡൻസ്, ഫാക്ടറി ആക്സിഡൻസ് ഓർ എനി അതർ സ്ട്രേഞ്ച് ആക്സിഡന്റ്. ഒരുവിധപ്പെട്ട എല്ലാ ആക്സിഡന്റ് കേസുകളും MLC ആയിട്ട് തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ സസ്പെക്റ്റഡ് ഹോമിസൈഡ്സ്, സൂയിസൈഡ്സ് അല്ലെ, സംശയിക്കപ്പെടുന്ന കൊലപാതകങ്ങള്, ആത്മഹത്യകള്. ചില ആത്മഹത്യകൾക്ക് പിന്നിൽ വല്ല പ്രേരണകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന കേസുകള്. പിന്നെന്താണ് പറയുന്നത്? സസ്പെക്റ്റഡ് ഓർ എവിഡന്റ് പോയിസണിങ്സ്, ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ കേട്ടോ. സംശയിക്കപ്പെടുന്ന പോയിസണിങ് അല്ലെ, ഈ പറയുന്ന വിഷാംശങ്ങളൊക്കെ അകത്തേക്ക് ചെയ്ത ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ അല്ലെ, ഈ പറയുന്ന മദ്യത്തിലൊക്കെ വിഷം കലർത്തിയൊക്കെ സംഭവിക്കാറില്ല. അങ്ങനെയുള്ള കേസുകളൊക്കെ MLC കേസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ വരുന്നത് ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, അതുപോലെ തന്നെ ഇലക്ട്രോഷൻ. ബേൺ ഇഞ്ചുറീസ് ഓയിങ് ടു എനി കോസ്, അതായത് ഏതെങ്കിലും കാരണത്താൽ സംഭവിക്കുന്ന പൊള്ളലുകള് അല്ലെ, പൊള്ളലുകള്. ഇലക്ട്രോഷൻ, വൈദ്യുതാഘാതം കേട്ടോ. ഇലക്ട്രോഷൻ എന്ന് പറഞ്ഞാല് വൈദ്യുത ആഘാതങ്ങള്. ഇതൊക്കെ MLC ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതുപോലെ നിങ്ങൾക്കറിയാലോ ഫിസിക്കൽ അസോൾട്ട് കേസസ് കേട്ടോ, ശാരീരിക ആക്രമണങ്ങള്, റേപ്പ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. നേരത്തെ സൗമ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ അതിനകത്ത് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ അനിമൽ അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ് അല്ലെ, മൃഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന അറ്റാക്ക്, സ്നേക്ക് ബൈറ്റ്. ഈ നമ്മള് ഇത് കണ്ടിട്ടില്ലേ, എന്താണ് ആക്ഷൻ ഹീറോ ബിജു എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിട്ടില്ലേ? നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു. അതിനകത്ത് നമ്മുടെ പട്ടീനെ വിട്ടിട്ടൊരു കുട്ടീനെ കടുപ്പിക്കുന്ന ഒരു ഭാഗത്തിൽ അതിനകത്ത് കൃത്യമായിട്ട് നിവിൻ പോളി പറയുന്നുണ്ടല്ലോ, ആ സെക്ഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. കേട്ടിട്ടില്ലേ, കണ്ടിട്ടില്ലേ? അതെ അതെ. ഞാനിത് പറയാനിരിക്കരുത് സത്യത. സ്നേക്ക് ബൈറ്റ് നമ്മുടെ ഉത്തര കേസ് ആലോചിച്ചാൽ മതി അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോർമലി അത് വിചാരിക്കും 2-3 പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് അല്ലെ എന്റെ ബാക്കിൽ ഇത്രയും വലിയൊരു പ്ലാനിങ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 2 കേസും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് അല്ലെ. ഓക്കെ, അനിമൽ അറ്റാക്കും സ്നേക്ക് ബൈറ്റ് കേട്ടോ. പിന്നെ വരുന്നത് മാസ് ഫുഡ് പോയ്സണിങ് ആണ് കേട്ടോ. അറിയാലോ, ഭക്ഷ്യവിഷബാധകളൊക്കെ സംഭവിക്കുന്നത്. പിന്നെ വരുന്നത് കേസസ് ഓഫ് സെക്ഷുവൽ അറ്റാക്ക്, നേരത്തെ പറഞ്ഞത് റേപ്പ്, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ അസാൾട്ട് കേസസുകള്. പിന്നെ വരുന്നത് സസ്പെക്റ്റഡ് ഓർ ഒബ്വിയസ് ക്രിമിനൽ അബോർഷൻ കേട്ടോ. സംശയിക്കപ്പെടുന്നത് ആയിട്ടൊക്കെയുള്ള ക്രിമിനൽ അബോർഷനുകൾ കേട്ടോ, ഗർഭചിത്രങ്ങള്, അതൊക്കെ MLC ആണ്. അതുപോലെ തന്നെ ഇഞ്ചുറി കേസസ് വേർ ദ ഫാൾസ് പ്ലേ ഈസ് സസ്പെക്റ്റഡ്, അതായത് ഫ്രോഡ് പ്ലേ സംശയിക്കപ്പെടുന്ന ക്രിമിനൽ കേസുകൾ, ഇഞ്ചുറി കേസസുകളൊക്കെ, വല്ല കൊലപാതകം അല്ലെങ്കിൽ ആരെങ്കിലും മുറിവേൽപ്പിക്കുകയോ പരിക്കേൽപ്പിക്കുക അങ്ങനെയൊക്കെ വരുന്ന കേസുകള്. അതുപോലെ തന്നെ ഇഞ്ചുറി കേസസ് വിത്ത് ദ പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഇൻ നിയർ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള അങ്ങനെയുള്ള ഇഞ്ചുറി കേസസുകളൊക്കെ വരും. ആരെങ്കിലും മൂലമൊക്കെ ഉണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റി ഭാവിയിൽ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള ഇഞ്ചുറി കേസസ്. പിന്നെന്താണ് അൺകോൺഷ്യസ് കേസസ് വേർ ദ റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ, അതായത് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ. പക്ഷെ വ്യക്തമല്ലാത്ത കാരണങ്ങൾ കേട്ടോ, വ്യക്തമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് അബോധാവസ്ഥയിലൊക്കെ കൊണ്ടുവരുന്ന കേസുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിലർ ഇപ്പൊ കുഴഞ്ഞു വീണിട്ടൊക്കെ ആവും കൊണ്ടുവരാൻ, അറിയുന്നുണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും അസ്വാഭാവികത തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് MLC ആയിട്ട് തന്നെ അവിടെ രജിസ്റ്റർ ചെയ്യും. അതാരും അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അൺകോൺഷ്യസ് കേസസ് ആണ് ദ റീസൺ ഓഫ് ഇറ്റ് ഈസ് അൺക്ലിയർ. പിന്നെ വരുന്നത് ബ്രോട്ട് ഡെത്ത് കേസസ് വെറുതെ ക്രിമിനൽ ഒഫൻസ് ഈസ് സസ്പെക്റ്റഡ് കേട്ടോ. അതായത് ക്രിമിനൽ ഒഫൻസ് ഒക്കെ സസ്പെക്ട് ചെയ്യുന്ന മരണ കേസുകൾ കേട്ടോ, കൊലപാതക കേസുകളൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കേസസ് റെഫേർഡ് ഫ്രം ദ കോർട്ട് കേട്ടോ, കോടതിയിൽ നിന്നും റെഫർ ചെയ്ത് വിടുന്ന കേസുകൾ. കോടതിയിൽ നിന്നും റെഫർ ചെയ്യാന്ന് പറയുന്നത് എന്തായാലും എന്തുതന്നെയായിരിക്കും, MLC കേസുകളായിരിക്കും കേട്ടോ. ഓക്കെ, ഇത്രയും മതി കേട്ടോ ഇന്നത്തെ ക്ലാസ് നമുക്ക്. അപ്പൊ MLC ഓക്കെ, ഇനി നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ MLC കേസ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ, മെഡിക്കോ ലീഗൽ കേസുകളാണ്, മെഡിക്കോ ലീഗൽ കേസുകളാണ് കേട്ടോ. ഇത്രയും ഓക്കെയാണോ നിങ്ങൾക്ക്? അപ്പൊ ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.